സേതു ആത്മഹത്യ ചെയ്ത് എന്തിനാണെന്ന് മായയ്ക്ക് അറിയണമല്ലേ? എന്നാൽ അറിഞ്ഞോളൂ, സേതുവിന് ഈ നാട്ടിൽ ഒരു പെൺകുട്ടിയോട് പ്രേമമുണ്ടായിരുന്നു. അവളെ കാണാനും അവളുമായിട്ട് അടുക്കാനും വേണ്ടിയാണ് സേതു ഇവിടെ കഴിഞ്ഞത്. അവളെ നഷ്ടപ്പെട്ടപ്പോൾ സേതു ആത്മഹത്യ ചെയ്തു. സത്യമാണോ നിങ്ങൾ ഈ പറയുന്നത്? മരിച്ചുപോയ ഞങ്ങളുടെ സേതുവിനെ കുറിച്ച് ഞങ്ങൾ എന്തിനു നുണ പറയണം? ആരായിരുന്നു പെൺകുട്ടി? ആരാ, ഏതാ, എങ്ങനെ പരിചയപ്പെട്ടു, എവിടെ വെച്ച് പരിചയപ്പെട്ടു എന്നൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. ഞങ്ങളാരും അവളെ കണ്ടിട്ട് പോലുമില്ല. പക്ഷേ ഒന്ന് മാത്രം അറിയാം, അവൾക്കും സേതു എന്ന് വെച്ച ജീവനായിരുന്നു. സേതു ആ ബന്ധത്തെക്കുറിച്ച് ഞങ്ങളോട് പറഞ്ഞപ്പോഴേക്കും അവളെ വീട്ടുകാർ വീട്ടുതടങ്കലിലാക്കി കഴിഞ്ഞിരുന്നു. ഒരു അന്യജാതിക്കാരനായ പുരുഷനെ പ്രേമിച്ചതിന്. പിന്നീട് ഒരു യുദ്ധമായിരുന്നു. ഒരു ഭാഗത്ത് അവളുടെ വീട്ടുകാരയച്ച ഗുണ്ടകളും ബന്ധുക്കളും, മറുഭാഗത്ത് സേതുവും, പിന്നെ ഞങ്ങൾ 4 പേരും. ഇവനെ എടുത്തിട്ട് ഇടിച്ചപ്പോ ഞങ്ങൾ വന്ന് രക്ഷിച്ചില്ലേ? അവന്മാരൊക്കെ അതിൽപ്പെടുന്നവരാ. സേതു മരിച്ചിട്ടും അവർക്ക് ഞങ്ങളോടുള്ള പക തീർന്നിട്ടില്ല. അതെയോ? ഈ ലോകം മുഴുവൻ എതിർത്താലും ഞങ്ങൾ സേതുവിനോടൊപ്പം നിന്നേനെ. അവളെക്കുറിച്ച് എന്തെങ്കിലും ഒരു സൂചന തന്നിരുന്നെങ്കിൽ ഞങ്ങൾ അവളെ തൂക്കിയെടുത്ത് സേതുവിന്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ടേനെ. പക്ഷേ സേതു അതിനൊന്നും സമ്മതിച്ചില്ല. ഞങ്ങൾ മാറി മാറി ചോദിച്ചിട്ടും അവളെപ്പറ്റി സേതു ഒന്നും പറഞ്ഞില്ല. മടങ്ങുമ്പോ ഞങ്ങളെ 4 പേരെയും കെട്ടിപ്പിടിച്ച് സേതു കരഞ്ഞു. കണ്ണീരോടുകൂടി യാത്ര ചോദിച്ചവൻ ഇറങ്ങിപ്പോയി. പക്ഷെ അത് അവന്റെ അവസാനത്തെ യാത്രയായിരുന്നെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. അപ്പുക്കുട്ടാ, അപ്പുക്കുട്ടാ, നീ വന്നേ. ഓവറാക്ട് ചെയ്ത് ചളവാക്കാനാ പുല്ലേ. ഓക്കെ 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 ഓക്കെ. ഓക്കെ. വെൽക്കം.
എക്സ്ക്യൂസ് മീ, ഏ? മഹാദേവനല്ലേ? അതെ. ഐ ആം ഹോനായി, ജോൺ ഹോനായി. ഹലോ. ഞാൻ ബോംബെയില് നിങ്ങളുടെ മായയുടെ അയൽവാസിയാ. മഹാദേവന് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. കാറുണ്ട്, താമസിക്കില്ല. ഞാൻ ഇവിടെയോ വീട്ടിലോ എവിടെയാണെന്ന് വെച്ചാൽ തിരിച്ചുകൊണ്ടൊന്നു വിടാം. അതിപ്പോ ഞാൻ ഒരു പ്ലീസ് നോ എന്ന് പറയരുത്. ഒരു 10 മിനിറ്റ് എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യണം. പ്ലീസ് കം. വരൂ. ഇവരൊക്കെ ഞാൻ തന്നെ കൂട്ടിക്കൊണ്ടുവന്നതാ. നിങ്ങളിരിക്കൂ, ഞാനിപ്പോ വരാം. മായെ മറക്കണമെന്ന് പറയാൻ വിളിച്ചോണ്ട് വന്നതായിരിക്കും. സമ്മതിക്കരുത്. ദേ, ഒറ്റക്കെട്ടായി നിന്നാ നമുക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് അവളെ കിട്ടും. അവ സോറി, എനിക്ക് നിങ്ങളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുവാൻ ഒരു ചെറിയ കള്ളം പറയേണ്ടി വന്നു. മായയുടെ പരിചയക്കാരനാണെന്ന്. സത്യത്തിൽ എനിക്ക് പരിചയം മായയല്ല, സേതുമാധവനെയാ. മായയുടെ ചേട്ടൻ സേതുമാധവനെ. ഇപ്പൊ നിങ്ങളിൽ നിന്ന് എനിക്ക് അറിയേണ്ടതും ആ സേതുവിനെ കുറിച്ചാണ്. ഇത് ആരാന്ന് പറയാമോ? സേതു. ആ. ഇതോ? സേതുവും പിന്നെ പിന്നെ ആൻഡ്രൂസ്. ഓക്കെ, ആൻഡ്രൂസും. ഈ ആൻഡ്രൂസ് ഇപ്പോൾ എവിടെയുണ്ടെന്ന് അറിയാമോ? നിങ്ങളെന്താ ഒരുമാതിരി കള്ളന്മാരെ ചോദ്യം ചെയ്യുന്ന പോലെ? ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വേണ്ടി നിങ്ങൾ ഒരു 10 മിനിറ്റ് ബുദ്ധിമുട്ടണമെന്ന്. പ്ലീസ്. ബോംബെയിൽ എവിടെയുണ്ട്? ആ, ഓക്കെ. ഇനി എനിക്ക് ഒരു കാര്യം കൂടി അറിയേണ്ടതായിട്ടുള്ളൂ. ഒരേ ഒരു കാര്യം. ആ പെട്ടി ഇപ്പൊ എവിടെയുണ്ട്? പെട്ടിയാ? ഏത് പെട്ടി? തെളിച്ചു പറയാം. ആൻഡ്രൂസ് സേതുവിന്റെ കയ്യിൽ കൊടുത്തുവിട്ടില്ലേ ഒരു സമ്മാനം, അമ്മച്ചിക്കുള്ള ക്രിസ്തുമസ് സമ്മാനം? അത് തന്നെ. അതിപ്പം എവിടെയുണ്ട്? അത് അമ്മച്ചിടയിലുണ്ടോ? അതവിടെ ഇല്ല, എനിക്കറിയാം. സേതു അത് അമ്മച്ചി ഏൽപ്പിക്കാതെയാണ് പോയിരിക്കുന്നത്. ഏൽപ്പിച്ചിട്ടില്ലെങ്കിൽ ഇല്ല. അങ്ങനെ ഒരു പെട്ടിയില്ല, സമ്മാനമില്ല. ആ പെട്ടി ഇപ്പൊ എവിടെയുണ്ട്? അങ്ങനെ ഒരു പെട്ടി ഇല്ലെന്ന് പറഞ്ഞില്ലേ? അടിക്കാനുള്ള കാര്യം പറയണ പുല്ലേ. ഏത് പെട്ടി? എന്ത് പെട്ടി? എന്റെ പപ്പയെ പെരുവഴിയിലിട്ട് പട്ടിയെ കൊല്ലുന്ന പോലെ കൊന്നിട്ട അവന്മാർ അതും കൊണ്ട് ഇങ്ങോട്ട് പോകുന്നത്. അതിപ്പോ എവിടെയുണ്ടെന്ന് എനിക്കറിയണം. ആരെ ഏൽപ്പിച്ചിരിക്കുന്നു എനിക്കറിയണം. പറ പട്ടി. എന്റെ ദൈവമേ, ഞങ്ങളെ തല്ലിയിട്ട് ഒരു കാര്യമില്ല ഹോനായി. ഞങ്ങൾക്ക് ഇതൊന്നും അറിഞ്ഞുകൂടാ. നിങ്ങൾക്കറിയാം, ഈ നാട്ടിൽ സേതുവിനെ കുറിച്ച് അറിയാവുന്നവർ നിങ്ങൾ മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ 8 മാസക്കാലം ഞാൻ അലഞ്ഞത് മുഴുവൻ ഇതിനാ. അവനുമായി ബന്ധമുള്ള ഒരുത്തനെ കൈ കിട്ടാൻ.
ഇനി ആ പെട്ടി തിരിച്ചു തരാതെ നീയൊന്നും ജീവനോടെ ഇവിടുന്ന് പോവില്ല. ഇനി പറയും, അതിപ്പോ എവിടെയുണ്ട്? സത്യം പറ, ആ പെട്ടി ഇപ്പോൾ ആരുടെ കയ്യിലുണ്ട്? തോമസ് കുട്ടി വിട്ടോടാ. ഞങ്ങൾക്കൊന്നും അറിഞ്ഞൂടായേ, ഞങ്ങൾക്ക് ആരെ അറിഞ്ഞൂടായേ. അയ്യോ ഞങ്ങളെ രക്ഷിക്കണേ മുതലാളി. അയ്യോ അറിയാൻ പാടില്ലായിരുന്നെങ്കിൽ നേരെ നിർത്തിയതല്ല ഞങ്ങൾ പറഞ്ഞേനെ. അവരെയൊക്കെ അറിയാമെന്ന് പറഞ്ഞ വെറുതെ കള്ളമാണ്. അണ്ണാ ദേ അവള് അവന്മാരാളാ. വണ്ടി എടുക്കണം. അവന്മാരിപ്പോ എവിടെയുണ്ട്? വേറൊന്നിനും അല്ല, അണ്ണനും അണ്ണന്റെ കൂട്ടുകാർക്കും അവരെ ഒന്ന് പരിചയപ്പെടണമെന്ന്. സാരമില്ല, എവിടെ ഉണ്ടെങ്കിലും ഞങ്ങൾ തപ്പിയെടുത്തോളാം. പോട്ടെ. വരട്ടെ മോളെ. ഗോവിന്ദൻകുട്ടി ഉണ്ടോ? ഇല്ലല്ലോ, രാവിലെ ഒരാൾ വന്ന് കാറ് കയറ്റി കൊണ്ടുപോയതാ. എന്താ? ഇനി അവരാരെങ്കിലും വന്നാ ഇവിടെ തന്നെ ഇരിക്കാൻ പറയണം. ഞാൻ ഉടനെ മടങ്ങി വരും. ശരി. ഗോവിന്ദൻകുട്ടി സാറിന്റെ ടൈം ബെസ്റ്റ് ടൈം. എന്റെ അമ്മേ! അയ്യോ അയ്യോ അയ്യോ! അയ്യോ ഗോവിന്ദൻകുട്ടി, തോമസുട്ടി, ആരെങ്കിലും വരുന്നതിനും നമുക്ക് ഇവിടുന്ന് വേഗം. ഞാനിപ്പോ അവരുടെ 4 പേരുടെയും വീട്ടിൽ പോയി അന്വേഷിച്ചിട്ടാ വരുന്നത്. അവരവിടെ എങ്ങുമില്ല. ഒന്നുകിൽ പേടിച്ച് എവിടെയെങ്കിലും പോയി ഒളിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവളുടെ ആളുകൾ അവരെ അപകടപ്പെടുത്തിയിട്ടുണ്ടാവും. ആ പാവങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പ് എനിക്ക് അവളെ കണ്ടുപിടിക്കണം. എന്റെ ഏട്ടന്റെ ആ കാമുകിയെ. എന്റെ മോളെ കാമുകയില്ല, ഒന്നുമില്ല. സേതുവിനെ പറ്റി ആരോ വേണ്ടാത്ത നുണകളൊക്കെ പറഞ്ഞു പിടിപ്പിച്ചിരിക്കുക മോളോട്. ഇല്ല അമ്മച്ചി, സേതുവേട്ടൻ ഇവിടെ ഒരു പെൺകുട്ടിയുമായി പരിചയം ഉണ്ടായിരുന്നു. അത് സത്യമാ. സേതുവേട്ടന്റെ ലൈബ്രറിയിലെ മെമ്പർഷിപ്പ് കാർഡ് ഞാൻ കണ്ടു. അതിൽ ഏട്ടനെ ലൈബ്രറി ചേർത്തിരിക്കുന്നത് അവളാ, ഒരു ആനി, ആനി ഫിലിപ്പ്. അവളെ കാണാൻ വേണ്ടിയാ സേതുവേട്ടൻ ലൈബ്രറിയിൽ ചേർന്നത്. അവിടെ വെച്ചാ അവര് തമ്മിൽ കണ്ടിരുന്നതും സംസാരിച്ചിരുന്നതും. ഈ കഥകളൊക്കെ കേട്ടപ്പോ ആദ്യം ഞാനും വിശ്വസിച്ചില്ല അമ്മച്ചി. പക്ഷെ ഇപ്പോ ഏട്ടനെ പറ്റി കൂടുതൽ അറിയാൻ തുടങ്ങിയപ്പോ അവര് പറഞ്ഞതൊക്കെ സത്യമാകാനാണ് വഴി. ഇല്ല മോളെ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഉണ്ടായിരുന്നെങ്കിൽ സേതു അതൊന്നും എന്നോട് മറച്ചു വെക്കില്ല. എങ്കി അമ്മച്ചി അറിയാത്ത ഒരുപാട് സത്യങ്ങളും സംഭവങ്ങളും ഇനിയുണ്ട്. ഏട്ടൻ അതൊക്കെ അമ്മച്ചിയിൽ നിന്ന് മറച്ചു വെച്ചത് എന്തിനാണെന്ന് എനിക്കിപ്പോഴും അറിഞ്ഞൂടാ. അമ്മച്ചിക്ക് തരാൻ സേതുവേട്ടന്റെ കയ്യിൽ ഒരു സമ്മാനം ഉണ്ടായിരുന്നു, ആൻഡ്രൂസ് കൊടുത്തുവിട്ട സമ്മാനം. ആ സമ്മാനം അമ്മച്ചിയെ ഏൽപ്പിക്കാതെയാ ഏട്ടൻ ഇവിടുന്ന് മടങ്ങിയത്.
ഇനി ഒന്നുകൂടി അറിഞ്ഞോളൂ, ഏട്ടന്റെ ആ ആനി ഇന്ന് പഴയ ആനിയല്ല, ജോസ്ഫൈൻ ആണ്, സിസ്റ്റർ ജോസ്ഫൈൻ.